പുതിയ സിനിമ ഇറങ്ങുമ്പോഴും മമ്മൂട്ടി എന്ന മഹാനടൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംവിധായകരുടെ പക്കലെത്തുമ്പോഴും ആ നടനിലെ അഭിനയത്തിന്റെ പല പുതിയ ഭാവങ്ങളും പുറത്തു വരികയാണ്. കഥാപാത്രങ്ങളോട് അത്രയും ആർത്തിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. എന്നാൽ ആ വ്യഗ്രതയിലും കാമ്പുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം മറക്കാറില്ല. അതിനുദാഹരണങ്ങളാണ് എണ്ണി എണ്ണി പറയാവുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. പല മുൻനിര നടന്മാരും ചെയ്യാൻ മടിക്കുന്ന വേഷങ്ങളടക്കം ചെയ്ത് മലയാളത്തിനും അപ്പുറം മറ്റു ഭാഷകളിലെ അതികായന്മാരെ പോലും ഞെട്ടിക്കുകയാണ് മമ്മൂക്ക. ഇനിയും ആ മനുഷ്യനിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ എന്തുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് പുതിയ ഭാവവുമായി എത്തുന്നതാണ് മമ്മൂക്കയുടെ ശീലം. അതുതന്നെയാണ് ഇനി വരാനിരിക്കുന്ന മമ്മൂക്ക ചിത്രങ്ങളിലുള്ള പ്രതീക്ഷയും. എന്തുകൊണ്ട് മമ്മൂക്കയെ പോലൊരാൾ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തൽക്കാലം ഇവിടെ അങ്ങേര് മാത്രമേ ഉള്ളൂ. അടുത്ത കാലത്തായി മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഏറെ വേറിട്ടവയാണ്. ഓരോ പുതിയ ഫോട്ടോസ് ഇട്ട് സോഷ്യൽ മീഡിയ കത്തിക്കുന്ന മമ്മൂക്ക അതേ ട്രെൻഡ് തന്നെയാണ് സിനിമകളിലും ഇപ്പോൾ തുടരുന്നത്. അധികം ആരും കടന്നു ചെല്ലാത്ത കഥാപാത്രങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ട് കാണികളെ ഞെട്ടിക്കുന്നതാണ് മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ട്രെൻഡ്. ഭ്രമയുഗത്തിൽ തന്നെ മമ്മൂട്ടിയുടെ ഭാവപകർച്ചകൾ കണ്ട് സിനിമാ പ്രേക്ഷകർ അമ്പരന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന പുതിയ സിനിമകളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് പ്രേക്ഷകർ. ബസൂക്കയും ടർബോയുമാണ് മമ്മൂട്ടി നായകനായി റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അച്ചായൻ വേഷത്തിൽ മമ്മൂക്ക വീണ്ടും സ്ക്രീനിലെത്തുന്ന ചിത്രമെന്ന വിശേഷണത്തോടെയാണ് ടർബോ അണിയറയിൽ ഒരുങ്ങുന്നത്. ആക്ഷൻ കോമഡിയായി ഒരുക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം വൈശാഖാണ്. കൂടാതെ തിരക്കഥ ഒരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസും. അതുതന്നെ മതിയല്ലോ ചിത്രത്തിനായുള്ള പ്രതീക്ഷകൾ കൂട്ടാൻ. ചിത്രത്തിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാരണം അടുത്തിടെ ടർബോയുടെ ചിത്രീകരണ ലൊക്കേഷൻ വീഡിയോ ലീക്കായിരുന്നു. അതിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലായതാണ് തീ പാറുന്ന ആക്ഷൻ രംഗങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന്. ടർബോയിലെ ലുക്കിലുള്ള ചിത്രങ്ങളും ഒരുപാട് വൈറലായതാണ്. കൂടാതെ ഇപ്പോൾ ഭ്രമയുഗത്തിന്റെ പ്രൊമോഷനിലെല്ലാം മമ്മൂക്ക വന്നത് ആ ഗെറ്റപ്പിലാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമായതുകൊണ്ടും പ്രതീക്ഷ വളരെ കൂടുതലാണ്. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളെ ഉള്ളുവെങ്കിലും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളൊന്നും ഇതുവരെ പരാജയത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല. അടുത്തതായി വളരെ നൂതനമായ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ബസൂക്കയാണ്. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ ചിത്രം ഹൈടെക് സാങ്കേതിക വിദ്യകളോടെയാണ് അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. സംവിധാനം ഡീനോ ഡെന്നീസ് ആണ്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട്. ചിത്രത്തിനായി ഇറങ്ങിയ പോസ്റ്ററുകളൊക്കെ വമ്പൻ ഹിറ്റായിരുന്നു. മുടി നീട്ടി വളർത്തി പുറകിൽ കെട്ടിവെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് മമ്മൂക്ക ഉണ്ടായിരുന്നത്. ഭ്രമയുഗത്തിലെ ഓരോ സീനിലും മമ്മൂക്കയുടെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവങ്ങൾ ഉണ്ടാക്കിയ ഓളം തിയേറ്ററിൽ സിനിമ കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും. ചില സീനുകളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ശരീരഭാഷകളിലെ മാറ്റവും ഒരു നോട്ടവും ഒക്കെ വേറെ ലെവലായിരുന്നു. പോറ്റിയുടെ മനക്കലെ പടിപ്പുര കയറി ചെന്നാൽ പിന്നെ അതാണ് ലോകമെന്ന് പറഞ്ഞ പോലെ മമ്മൂക്കയുടെ പടങ്ങളുടെ ലൂപ്പിലാണിന്ന് പ്രേക്ഷകരുള്ളത്. ആ ലൂപ്പിലേക്ക് എത്താനുള്ള മമ്മൂക്കയുടെ പുതിയ ഭാവങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.